എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കാത്തുവേ ചാനലിന് വേണ്ടിയിട്ട് വളരെ വ്യത്യസ്തമായുള്ള ഒരു വിഷയമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ അമ്പലവൽ ഗ്രാമപഞ്ചായത്തിൽ ഗ്യാസ് ശ്മശാനം വന്നിരിക്കുകയാണ്. അതിൻ്റെ തുറന്നു കൊടുക്കലൊന്നും നടന്നില്ല. അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും പ്രവർത്തന രീതികളും ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കി വരാം. നമ്മോടൊപ്പം ഇന്നുള്ളത് അമ്പലവൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ഷമീറാണ്. അദ്ദേഹത്തോട് നമുക്ക് ഇതിൻ്റെ പ്രവർത്തനവും ഇതെങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ സാഹചര്യത്തിലാണ് അമ്പലവൽ വന്നത് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഷമീർ, നമസ്കാരം. നമസ്കാരം. ഇങ്ങനൊരു പദ്ധതി കൊണ്ടുവരാൻ കാരണമായത് എന്താണ്? നമുക്കറിയാം, ഈ ഉറ്റവരുടെയെല്ലാം മൃതദേഹം അടക്കം ചെയ്യാൻ പോലും കഴിയാത്ത നിരവധി കുടുംബങ്ങൾ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നുണ്ട്. ഇപ്പോൾ 2 സെൻറ്റ് 3 സെൻറ്റ് ഒക്കെ ഭൂമിയുള്ള ആളുകൾ പലപ്പോഴും അടുക്കള പൊളിച്ചും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിലേക്കും അവരുടെ സംസ്കാരം നടത്തുന്ന സ്ഥിതിയും കാര്യങ്ങളും വന്നപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് എന്തുകൊണ്ട് നമുക്ക് ആധുനിക രീതിയിലുള്ള ഒരു ക്രിമിറ്റോറിയം പണിതുകൂടാ എന്ന ആലോചന ഭരണസമിതിയുടെ ശ്രദ്ധയിൽ വന്നത്. ഇത് ഇപ്പോൾ അമ്പലവൽ ഹോസ്പിറ്റലിൻ്റെ പുറകുഭാഗത്തുള്ള ഭൂമിയാണ്. എത്രയോ കാലങ്ങളായിട്ട് ഈ ഭൂമിയിൽ ശ്മശാനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നിയമ തടസ്സങ്ങളോ മറ്റോ പഞ്ചായത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, പഞ്ചായത്തിൻ്റെ പൊതു ശ്മശാനമായി കാലങ്ങളായിട്ട് ഉള്ള ഒരു സ്ഥലമാണിത്. സ്വാഭാവികമായും മറ്റ് അനാഥ പ്രേതങ്ങൾ ഉൾപ്പെടെ സംസ്കരിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ പൊതു ശ്മശാനം പഞ്ചായത്തിൻ്റെ കീഴിലുള്ളത് കൊണ്ട് ഞങ്ങൾ ആദ്യം ചുറ്റുമതിൽ കെട്ടി ഇത് സംരക്ഷിച്ചു. അതിനുശേഷം നമ്മൾ ഈ പുതിയ ആധുനിക രീതിയിലുള്ള ഗ്യാസ് ക്രിമിറ്റോറിയം പണിയുക എന്ന കാഴ്ചപ്പാടിലേക്ക് വരികയാണ് ചെയ്തത്. ഇവിടെ കാണുന്നൊരു പ്രത്യേകത, സാധാരണ മോർച്ചറി അതുപോലെ തന്നെ ശ്മശാനം എന്നൊക്കെ പറഞ്ഞ പ്രത്യേക അന്തരീക്ഷമാണ്. നമുക്കവിടെ ഒരു വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. മറിച്ച് അമ്പലവൽ പഞ്ചായത്ത് ഉണ്ടാക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ ചുറ്റുമതിലുണ്ട്, നല്ല വൃത്തിയും വെടിപ്പും പൂന്തോട്ടമൊക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ടുള്ള, അല്ലേ, അങ്ങനെയല്ലേ, അങ്ങനെ മനോഹരമായിട്ട് ജനങ്ങൾക്ക് ആകർഷണം തോന്നുന്ന വിധത്തിലുള്ള യാതൊരു പേടിയോ ഭയമോ ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള പണികൾ നടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏത് കമ്പനിയാണ് ഇപ്പോൾ ഇത് ഏറ്റെടുത്ത് ഈ ബിൽഡിങ് പണിതിട്ടുള്ളത്? ബിൽഡിങ് നമ്മൾ നേരിട്ട് പഞ്ചായത്ത് കൊട്ടേഷൻ വിളിച്ച് 38 ലക്ഷം രൂപ മുടക്കി നമ്മൾ ബിൽഡിങ് പണിയാണ് ചെയ്തത്. റെഡ്കോ എന്ന് പറയുന്ന സർക്കാർ കമ്പനിയാണ് നമുക്ക് മെഷീനറി സ്ഥാപിച്ചു തന്നിട്ടുള്ളത്. മറ്റെല്ലാ ഫണ്ടുകളും പഞ്ചായത്ത് തന്നെ വിവിധ ഇതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ എന്ന രൂപത്തിലേക്ക് 18 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. ജനറേറ്റർ, ഗ്യാസ് ഉൾപ്പെടെയുള്ള അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി 10 ലക്ഷം രൂപ നീക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അനുബന്ധ പ്രവൃത്തികൾ പറഞ്ഞിട്ട് 18 ലക്ഷം രൂപ നീക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടും പ്ലാൻ ഫണ്ടും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഗവൺമെൻറ് ഏജൻസി എന്ന രൂപത്തിലേക്ക് റെഡ്കോ ഇതിൻ്റെ മെഷീനറി നമുക്ക് സ്ഥാപിച്ച് തരിക എന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ തുറന്നു കൊടുത്തില്ല. അപ്പോൾ എത്ര സമയത്തിനുള്ളിൽ, എത്ര കാലാവധിക്കുള്ളിൽ നമുക്കിത് പണി പൂർത്തീകരിച്ചിട്ട് തുറന്നു കൊടുക്കാൻ? ഇനി കാര്യമായിട്ട് പണികളൊന്നുമില്ല, തീർന്നു എന്ന് തന്നെ പറയാം. പക്ഷേ ഏത് സമയത്ത് നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ സാധിക്കും? ഇതിപ്പോൾ തന്നെ നമുക്ക് 20-ാം തീയതി കേരളത്തിൻ്റെ പഞ്ചായത്ത് രാജ് വകുപ്പ് മന്ത്രി MP രാജേഷ് ഇതിൻ്റെ ഉദ്ഘാടനം 12 മണിക്ക് നിർവഹിക്കുകയാണ്. ബിൽഡിങ്ങായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ പണിയും, മിഷനറിയായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ പണിയും പൂർത്തീകരിച്ചു. ഇനി നമ്മൾ പുറത്ത് നേരത്തെ നിങ്ങൾ പറഞ്ഞ മാതിരി ഇത് ഒരു ശ്മശാനം എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ മനസ്സിലുള്ളത് ഒരു ഭീതിജനകമായ മനസ്സാണ് നമ്മളെയൊക്കെ മനസ്സിലുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഗാർഡൻ മോഡലാക്കണം എന്ന രൂപത്തിലേക്കാണ് പഞ്ചായത്ത് ഭരണസമിതി കണ്ടിട്ടുള്ളത്. ദുർഗന്ധമോ പരിസര മലിനീകരണമൊന്നും ഇല്ലാത്ത രൂപത്തിലേക്ക് ഏറ്റവും ആധുനിക രീതിയിലാണ് ഈ ക്രിമിറ്റോറിയം പണിതിട്ടുള്ളത്. നമ്മൾ മറ്റ് CSR ഫണ്ടിന് കൂടി നമ്മൾ ചില സ്ഥാപനങ്ങളെ സമീപിച്ചിട്ടുണ്ട്. അതുകൂടി കിട്ടുന്ന മുറയ്ക്ക് പൂർണ്ണമായും ഇവിടെ ഒരു ഗാർഡൻ വൈകുന്നേരം ആളുകൾക്ക് വന്നിരിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഉണ്ടാക്കണം എന്നൊരു കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. ഇപ്പോൾ തൊഴിലുറപ്പ് ഉപയോഗിച്ചുകൊണ്ട് പ്രാഥമികമായി നമ്മളിവിടെ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുന്നത്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഇവിടെ വൃത്തിയാക്കി സൈഡിൽ പൂന്തോട്ടം വെക്കാനുള്ള സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിതിന് കൂട്ടി പറയാനുള്ളത്, ഈ മോർച്ചറി എന്നൊക്കെ പറഞ്ഞാൽ വളരെ പേടിപ്പെടുത്തുന്ന ഭീതിജനകമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു
മുമ്പ് കാലത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ ഇവിടെ അമ്പലവയൽ ഹോസ്പിറ്റലൊക്കെ വന്നപ്പോൾ, ഇപ്പോൾ ബത്തേരി നമ്മളെ താലൂക്ക് ഹോസ്പിറ്റലിൽ പോയാൽ മോർച്ചറി എന്ന് പറയുമ്പോൾ അവിടെ പൂന്തോട്ടമൊക്കെ വെച്ച് പിടിപ്പിച്ച് മനോഹരമായിട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, കുടിവെള്ളമുണ്ട്, ടോയ്ലറ്റുണ്ട്. കാണുമ്പോൾ ഒരു തരത്തിലും ഭീതിയില്ലാത്ത ഒരു അന്തരീക്ഷം അവിടെ ഉണ്ട് അല്ലേ? എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആ കാഴ്ചപ്പാടിൻ്റെ വ്യതിയാനം കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രത്യേകതയാണ്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നമുക്ക് ജനങ്ങൾക്ക് എത്രമാത്രം, അല്ലെങ്കിൽ ഒരു ബോഡി അടക്കം ചെയ്യുമ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടൊരു തുക കണക്കാക്കുന്നത്, അപ്പോൾ സാധാരണക്കാരെ ഉദ്ദേശിച്ചാണല്ലോ ഇത് ചെയ്യുന്നത്. ഏകദേശം എത്ര തുക ഒരു ബോഡി അടക്കം ചെയ്യാൻ അല്ലെങ്കിൽ ദഹിപ്പിക്കാൻ നമുക്ക് വരും? അല്ല, നമ്മളൊരു ഫീസ് നിശ്ചയിച്ചിട്ടില്ല. പക്ഷെ ചെറിയ ഫീസാണ് നിശ്ചയിക്കാൻ പോകുന്നത്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട ഒരാളെ നിയമിക്കുന്നതിന് വേണ്ടി ഇൻ്റർവ്യൂ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അവർക്കൊരു ചെറിയ വേതനം എന്ന രൂപത്തിലേക്ക് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പരമാവധി പോയി കഴിഞ്ഞാൽ ഒരു 5 റുപ്യ എന്ന രൂപത്തിലേക്ക്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ആരെങ്കിലും ഒരു മരണപ്പെട്ട് കഴിഞ്ഞാൽ പുറമുള്ള ആളുകൾ വന്ന് ചെയ്തു പോകുമ്പോൾ 10-15 രൂപ ഒരു കുടുംബത്തിൽ ചിലവാകുന്നുണ്ട്. അതിന് 1/3 ചിലവാകുന്ന രൂപത്തിലേക്ക് വളരെ ചുരുക്കിയ പൈസ, ഇത് ലാഭകരമായി കൊണ്ടുപോവുക എന്നുള്ള ഒരു ബിസിനസ്സായിട്ടല്ല പഞ്ചായത്ത് കാണുന്നത്. ഞങ്ങൾ കാണുന്നത് ഇത് ദുർബല ജനവിഭാഗങ്ങൾക്കും ഭൂമിയില്ലാതെ ഇരിക്കുന്ന ആളുകൾക്കും ഒരു സൗകര്യപ്രദമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുക എന്ന സാമൂഹിക ഉത്തരവാദിത്തമാണ് പഞ്ചായത്ത് ഇതിൻ്റെ ഭാഗമായി നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത് വളരെ ശ്രമകരമായിട്ടാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. ഏറ്റവും റിസ്ക് എടുത്തിട്ടാണ് കൊണ്ടുവന്നത്. ഇത് അമ്പലവയൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണ നേട്ടമായിട്ട് തന്നെ പറയാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ഷമീറിന് അതിനെക്കുറിച്ച് പറയുന്നത്? തീർച്ചയായും വയനാട് ജില്ലയിലെ ആധുനിക രീതിയിലുള്ള 4ാമത്തെ ക്രിമിറ്റോറിയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റ് സ്ഥലത്തൊന്നും ഈ സംവിധാനമല്ല. ഇത്രയും മനോഹരമായ രൂപത്തിലേക്ക് ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ഗ്യാസ് ക്രിമിറ്റോറിയം എന്ന് പറയാവുന്ന രൂപത്തിലേക്ക് ഇത് മാറാൻ വേണ്ടി പോവുകയാണ്. തീർച്ചയായും മറ്റ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഈ മാതൃക പിന്തുടരണം. ഇതൊരു സാമൂഹിക ഉത്തരവാദിത്തമായിട്ടാണ് ഞങ്ങൾ തന്നെ കാണുന്നത്. തീർച്ചയായും ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ശ്രദ്ധേയമായ ഒരു പ്രവർത്തനങ്ങളിലൊന്നായി ഇത് മാറും എന്നൊരു തർക്കമൊന്നുമില്ല. ഇപ്പോൾ ഇലക്ട്രിക് ക്രിമിറ്റോറിയം മാറി ഗ്യാസിലേക്ക് വരാൻ കാരണം എന്താണ് അതിൻ്റെ? അത് കുറേ കൂടി നമ്മൾ സ്റ്റേറ്റിലാകെ ഇത് പരിശോധിച്ച സമയത്ത് ഇലക്ട്രിക്കിനേക്കാളും കുറേ കൂടി നല്ലത് ഗ്യാസ് ശ്മശാനമാണ് എന്ന കുറേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്രിമിറ്റോറിയങ്ങൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഗ്യാസ് ക്രിമിറ്റോറിയമാണ് കുറേ കൂടി സക്സസ് എന്ന രൂപത്തിലേക്ക് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഗ്യാസ് ക്രിമിറ്റോറിയത്തിലേക്ക് മാറുന്നത്. ആളുകൾക്ക് ഇപ്പോൾ മരണം നടന്നു കഴിഞ്ഞാൽ ചില ബോഡികളൊന്നും അധികം വെക്കാൻ പറ്റില്ല. അപ്പോൾ വൈകുന്നേരം തന്നെ മറവ് ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്, എത്ര സമയം ഇതിൻ്റെ പ്രവർത്തനം ഉണ്ടാവും? എത്ര മണി മുതൽ എത്ര സമയം വരെ? ക്ലോസിംഗ് ടൈം രാവിലെ മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. 5 മണിക്ക് ശേഷം ദഹിപ്പിക്കുക എന്നുള്ളത് നിയമപരമായിട്ടൊന്ന് തടസ്സമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കി. അത് 5 മണി വരെ എന്ന രൂപത്തിലേക്ക് നിജപ്പെടുത്താനാണ് തീരുമാനിക്കുക. എന്തായാലും അടുത്ത ഭരണസമിതി യോഗത്തിൽ ഇതിൻ്റെ ഫൈനൽ ബൈലോ ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ചെറിയ ഫീസ്, ഇതിൻ്റെ ഈ സമയം, അതൊക്കെ കാര്യങ്ങൾ കൃത്യമായി ഒരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം, ഇപ്പോൾ ഇതിൻ്റെ പുറം ഭാഗത്ത്, മുറ്റത്ത്, അതുപോലെ തന്നെ സൈഡിലൊക്കെ പണികൾ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നു, എന്തൊക്കെ പ്രവർത്തനങ്ങൾ വരുന്നു. അപ്പോൾ എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഇനി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ഇത് കുറച്ചുകൂടി മനോഹരമാക്കണമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഫണ്ടിങ് എങ്ങനെയാണ്? ഏതൊക്കെ തരത്തിലാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പഞ്ചായത്ത് യഥാർത്ഥത്തിൽ മുടക്കിയ പൈസ എന്ന് പറയുന്നത് ഇപ്പോൾ 1,06 ലക്ഷം രൂപയാണ്. 35 ലക്ഷം രൂപ ബിൽഡിങ്ങിൽ, 18 ലക്ഷം രൂപ അനുബന്ധ പ്രവർത്തനങ്ങൾക്ക്, ഇനി ജനറേറ്റർ, ഗ്യാസ്, 24 ഗ്യാസ് കുറ്റി വേണം. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി 10 ലക്ഷം രൂപ. പിന്നീട് നമ്മുടെ മിഷനറിക്ക് മാത്രം 35 ലക്ഷം രൂപ. ഇതിൻ്റെ ഇലക്ട്രിക്കലിന് മാത്രം 5 ലക്ഷം രൂപ. അങ്ങനെ നമ്മൾ കണക്കൂട്ടി, ഇപ്പോൾ പറഞ്ഞ പൈസ കണക്കൂട്ടി കഴിഞ്ഞാൽ 1,06 ലക്ഷം രൂപ പൂർണ്ണമായും ഇപ്പോൾ ചെലവഴിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ പ്രദേശം മനോഹരമാക്കുക, സ്നേഹതീരം എന്നൊക്കെ പറയുന്ന രൂപത്തിലേക്ക് കൊണ്ടുവന്ന് മാറ്റുക. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ CSR ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ഇപ്പോൾ നമ്മുടെ ബാങ്കുകൾ, മറ്റ് വലിയ കമ്പനികൾ, ഇവരെ സമീപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളെ സമീപിച്ചിട്ടുണ്ട്. ഒരു 5 ലക്ഷം രൂപ എങ്കിലും വേണമെന്ന രൂപത്തിലേക്ക് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ CSR ഫണ്ട് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ട് അത് ലഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു
ഷട്ടിൽ കോർട്ട് ഉൾപ്പെടെ വൈകുന്നേരം ഈ കോളേജ് പ്രദേശം ടൗൺ ഏരിയയാണ്. ഇവിടെയുള്ള ആളുകൾക്ക് വന്ന് ഇവിടെ പിന്നെ ഷട്ടിൽ കളിക്കാനും അവർക്ക് വോളിബോൾ കളിക്കാനും ഒക്കെ കഴിയുന്ന രൂപത്തിലേക്കുള്ള കോർട്ടുകൾ, അതേമാതിരി തന്നെ ആളുകൾക്ക് വന്നാൽ ഇരിക്കാൻ പറ്റുന്ന ചെറിയ ഇരിപ്പിടങ്ങൾ, മനോഹരമായ ചെറിയ പൂന്തോട്ടങ്ങൾ, ആ രൂപത്തിലേക്ക് ഇതിൻ്റെ ചിത്രം മാറ്റണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതായത് അടച്ചിട്ട ഒരു ക്രിമിറ്റോറിയം അല്ല ഉദ്ദേശിക്കുന്നത്, ഒരു വൃന്ദാവനവും ആളുകൾക്ക് സൗകര്യപൂർവ്വം ഇരിക്കാനും ഒരു ഗാർഡനും ഒക്കെ ഉള്ള തരത്തിൽ അല്ലേ, പിന്നെ കളിസ്ഥലങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള സൗകര്യം ഇതിൻ്റെ ചുറ്റുഭാഗത്തുണ്ട്. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ഫണ്ടുകളും കാര്യങ്ങളും കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത്. ഇപ്പോൾ പണി ഏകദേശം പൂർത്തീകരിച്ചു. ഇനി ഏതെങ്കിലും അറ്റകുറ്റപ്പണികൾ തീർക്കാൻ ബാക്കിയുണ്ടോ? അതിന് എത്ര ദിവസം? ഇല്ല, ഒരു പണിയില്ല. ഇനിയിപ്പോൾ ഞങ്ങളിപ്പോൾ പുറത്ത് ഒരു പിന്നെ കാട് മൂടി കിടക്കുന്ന ഭാഗങ്ങൾ മാറ്റി ഉദ്ഘാടനത്തിന് സജ്ജമാക്കുക എന്ന രൂപത്തിലേക്കുള്ള പണി മാത്രമേ നടക്കാനുള്ളൂ. ബാക്കി എല്ലാ പണിയും ഇനിയിപ്പോൾ ക്ലീൻ ചെയ്ത് നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റണം എന്നുള്ളൊരു പണി മാത്രമേ ഉള്ളൂ. 12 മണിക്ക് നമ്മുടെ കേരളത്തിൻ്റെ തദ്ദേശ മന്ത്രി തന്നെ ഈ സംവിധാനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരാമെന്ന് ഏറ്റിട്ടുണ്ട്. സ്വാഭാവികമായും അത് നാടിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റാൻ ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ്. അതിലേക്ക് നിങ്ങളെ ഉൾപ്പെടെയുള്ള എല്ലാ ചാനലുകാരെയും എല്ലാ മാധ്യമപ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരൊക്കെ ക്ഷണിക്കും. എല്ലാവരും പങ്കെടുക്കുക. നമ്മുടെ നാട് മറ്റുള്ളവർക്ക് കൂടി മാതൃകയാക്കാവുന്ന ഒരു പദ്ധതിയായിട്ട് ഞങ്ങൾ ഇതിനെ കാണുകയാണ്. പഞ്ചായത്തിൻ്റെ ശ്രദ്ധേയമായ പദ്ധതിയിൽ ഒന്നായി ഇത് മാറും. മറ്റൊരു കാര്യം അറിയാനുള്ളത്, ഇപ്പോൾ ഒരു ബോഡി ഒന്നുകിൽ അവർ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും ഇങ്ങോട്ട് കൊണ്ടുവരിക. ചിലത് നമുക്ക് അനാഥമായിട്ട് ആരും ശ്രദ്ധിക്കാനില്ലാതെ ഒക്കെയുള്ള ബോഡികൾ ചിലപ്പോൾ വരാറുണ്ട്. അങ്ങനെ 1-2 ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടെങ്കിൽ അവരുടെ കർമ്മങ്ങളൊക്കെ നടത്താനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടോ? അതുൾപ്പെടെ തയ്യാറാക്കിയിട്ടാണ് മതപരമായിട്ടുള്ള എല്ലാ ചടങ്ങുകളും നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഹാള്. ശരിക്കും മിഷനറി അവിടെയാണ്, അതിൻ്റെ തൊട്ടുപുറത്തുള്ള ഈ ഹാള് അതിന് വേണ്ടിയിട്ടാണുള്ളത്. ഞങ്ങളിതിൻ്റെ നിർമ്മാണ സമയത്ത് തന്നെ പ്രാദേശികമായിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ കൂടി ഇങ്ങോട്ട് വിളിച്ചു വരുത്തി അവരുടെ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ ബിൽഡിങ്ങിൻ്റെ പ്ലാൻ ഉണ്ടാക്കിയത്. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ പ്രാദേശികമായി ഇത്തരം ചടങ്ങുകൾ നടത്തുന്ന ആളുകളെ 2 പേരെ വിളിച്ചിരുത്തി അവരെ കൂടി അഭിപ്രായത്തിന് വിധേയമായിട്ടാണ് ഇത്തരം സൗകര്യപ്രദമായ രൂപത്തിലേക്കുള്ള ക്രമീകരണം ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും പ്രിയപ്പെട്ടവരെ, ഇതൊരു നാടിൻ്റെ വികസനത്തിൻ്റെ കുതിപ്പ് തന്നെയാണ്. എത്രയോ ആളുകൾ കഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് ഭൂമി ഇല്ലാത്ത ആളുകൾ, അതുപോലെ തന്നെ ആല പൊളിച്ച് അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ അരികെ ഒക്കെ ശ്മശാനമൊരുക്കി ദഹിപ്പിക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. 2 സെൻറ്റ് സ്ഥലമുള്ള ആളുകൾ, 3 സെൻറ്റ് സ്ഥലമുള്ള ആളുകൾ, ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് അമ്പലവിൽ ഗ്രാമപഞ്ചായത്ത് വളരെ മനോഹരമായിക്കൊണ്ടുള്ള ഈ ഒരു ക്രിമിറ്റേറിയം ഇവിടെ പണിതിട്ടുള്ളത്. എല്ലാ തരത്തിലും ഈ നാടിനെ ഉപകരിക്കുന്ന, പഞ്ചായത്ത് വേർതിരിച്ചിട്ടൊന്നുമല്ലല്ലോ, നമ്മളെ വയനാട് ജില്ലയ്ക്ക് ഉപകരിക്കുന്ന രൂപത്തിലുള്ള ഒരു ക്രിമിറ്റേറിയമാണ് ഇവിടെ പണിതിട്ടുള്ളത്. അതുകൊണ്ട് വളരെ സന്തോഷം ഈ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നതിൽ. എന്തായാലും പണികൾ പൂർത്തീകരിച്ചു. ഇനി 20-ാം തീയതി ഉദ്ഘാടനമാണ്. ആ ഉദ്ഘാടനത്തിന് നിങ്ങളൊക്കെ ക്ഷണിച്ചുകൊണ്ട് ഈ മനോഹരമായ പദ്ധതി ഇവിടെ ഒരുക്കിയ ഗ്രാമപഞ്ചായത്തിന് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഓക്കെ.